Hey guys, welcome back to my channel. അപ്പം ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. അപ്പം ഇന്ന് എൻ്റെ പാലയാച്ചിൻ്റെ ഗിഫ്റ്റ്സ് ഒക്കെ പൊട്ടിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത്രയും ഗിഫ്റ്റ്സ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ ഗിഫ്റ്റ്സ് എല്ലാം പൊട്ടിക്കുന്നത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പം എൻ്റെ ഗസ്റ്റ് റൂമിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്തായാലും വീടിൻ്റെ ടൂർ ഇടുന്നതായിരിക്കും, മീൻസ് ഹൗസ് ടൂർ ഇടുന്നതായിരിക്കും ഞാൻ മിക്കവാറും. അപ്പം നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുറേ ഗിഫ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഓരോന്ന് പൊട്ടിക്കാൻ പോവാം. നമുക്ക് നമ്മുടെ എൻ്റെ അനിയനോട് ചോദിക്കാൻ ഇത് ഏതാദ്യം പൊട്ടിക്കണ്ടേ? ഇത്. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ കണ്ണാടിയും കത്തിക്ക എടുക്കാൻ പോയതാണ്. ആദ്യം ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ട ഈ ഗിഫ്റ്റാണ്. ഈ ഒരു ബ്ലൂ കവർ പോലത്തെ ഗിഫ്റ്റാണ്. അപ്പം എൻ്റെ അനിയൻ തുറക്കാൻ പോകണം. അത് ഞാൻ ടേപ്പ് ഒന്ന് കട്ട് ചെയ്തു. ഞാൻ ടേപ്പ് എല്ലാം ഇളക്കി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ വേണ്ട ഈ റാപ്പർ നല്ല റാപ്പർ പൊട്ടിക്കാറില്ല. എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ അനിയൻ പൊട്ടിച്ചത് ഗൈസ് ഇതെന്തുവാണ് ഞങ്ങൾക്ക് അറിയിച്ചില്ല. ഭഗവാനിൻ്റെ വിഗ്രഹമായിരുന്നു. അത് ഞങ്ങൾക്ക് ആദ്യം ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ കിട്ടിയത്. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അടുത്തത് എൻ്റെ അനിയന് പൊട്ടിക്കണമായിരുന്നു. അവന് ബ്ലൂ ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആയതുകൊണ്ട് അവന് ബ്ലൂ ഗിഫ്റ്റ് എടുത്തു. അപ്പോൾ ഗൈസ് അത് പൊട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഡിന്നർ സെറ്റില്ലേ, ഡൈനിങ് സെറ്റില്ലയോ, അതായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, നോട്ടയുടെ ആയിരുന്നു. അപ്പം ഞാൻ വേറൊരു ഗിഫ്റ്റ് പൊട്ടിച്ച് അത് ഗ്ലാസ് ആയിരുന്നു. അപ്പം ഞാൻ അടുത്ത ഇതുപോലെ ഇതും പൊട്ടിച്ച് അത് ഐസ്ക്രീം പാത്രം പോലത്തെ ഇതായിരുന്നു. പിന്നെ അവന് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അവനൊരെണ്ണം സെലക്ട് ചെയ്ത് പൊട്ടിച്ചു. അത് ഗ്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് കുറേ ഗ്ലാസ് ഇതുപോലെ പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് എൻ്റെ അനിയൻ എന്തായാലും പൊട്ടിക്കണമല്ലോ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടുവന്ന പ്ലേറ്റ് ആയിരുന്നു. പിന്നെ അടുത്തതും വേറെ ആരാ കൊണ്ടുവന്നത് എനിക്കറിയത്തില്ല, വിളക്കിൻ്റെ പാക്കേജ് വരുത്തായിരുന്നു കാണുന്നത് പോലെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതാണ്, പക്ഷെ പൊട്ടിച്ച് നോക്കിയപ്പം മറ്റേ തൂക്കുന്ന വിളക്കായിരുന്നു. അപ്പം അത് ഞങ്ങൾ കുളിച്ചിട്ട് പൊട്ടിക്കാമെന്ന് വെച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പം അത് ഞാൻ ചെയ്തു. ഇനിയും എനിക്ക് അടുത്തത് സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ ഒരു പിങ്ക് കളർ എടുത്തു. അത് നല്ലൊരു സ്റ്റാറിൻ്റെ പാറ്റേൺ ഉള്ളതായിരുന്നു. അപ്പം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് കടായി ആയിരുന്നു. പിന്നെ എൻ്റെ അനിയന് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അവനൊരു പാക്കേജ് എടുത്ത് അത് പകുതി പൊട്ടിയിരിക്കുമായിരുന്നു. പക്ഷെ അത് പൊട്ടിച്ച് നോക്കിയപ്പം അരിപ്പയുടെ ഔട്ടർ കവറുമായിരുന്നു. പക്ഷെ ശരിക്കും അതിനകത്ത് ഒരു രാമൻ്റെയും സീതയുടെയും വിഗ്രഹം ഏതാണ്ടായിരുന്നു. അല്ല, രാമൻ്റെയും സീതയുടെയും കൃഷ്ണനും രാധയുടെയും ഇതായിരുന്നു. അത് ഞാൻ പിന്നെ കാണിക്കാൻ മറന്നുപോയി. പിന്നെ അടുത്തത് ഞങ്ങൾ ഇതാണ്ട് ഒരു വലിയ ബോക്സ് എടുത്തു. ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് നോക്കാം. പാടുണ്ടായിരുന്നു. ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയപ്പം അതിനകത്ത് ദേവിയുടെ വിളക്കായിരുന്നു. ഇനി അടുത്തത് ഞങ്ങൾ പൊട്ടിക്കാമെന്ന് വെച്ചാൽ അതും പകുതി പൊട്ടിയിരിക്കുമായിരുന്നു. അത് തുറന്നു നോക്കിയപ്പം അത് കുക്കറായിരുന്നു. ഇനി അടുത്തത് ഞങ്ങളാണെങ്കിൽ ഒരു എന്തൊരു ഷേപ്പ് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്തുവായിരുന്നു. പക്ഷേ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വിളക്കായിരുന്നു.
മഹാലക്ഷ്മിയുടെ കവറിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും മഹാലക്ഷ്മി എന്നായിരുന്നു, പക്ഷെ മഹാലക്ഷ്മിയിലായിരുന്നു. അത് ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. 2 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരെണ്ണം ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരെണ്ണം ഫ്ലവറിൻ്റെ ഇതുള്ളത്. ഇനിയും അവന് എന്തെങ്കിലും വെറൈറ്റി ആണോയെന്നും പറഞ്ഞ് ഫോട്ടോ ഫ്രെയിം പൊട്ടിക്കാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമാണ് എടുത്തത്. പൊട്ടിച്ച് നോക്കി, അപ്പം ഒരു ബുദ്ധൻ്റെ പടമുള്ള ഒരു ഫ്രെയിമായിരുന്നു. അടുത്ത ഫോട്ടോ ഫ്രെയിം എൻ്റെ നിർബന്ധത്തിൽ പൊട്ടിച്ച്. അപ്പം അത് രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ് ആയിരുന്നു. പിന്നെ വേറൊരു ഗിഫ്റ്റ്, ഇത് എൻ്റെ കസിൻ അമ്മുച്ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി തന്നതാണ്. അപ്പം അത് ഗണപതിയുടെ ഒരു ഇതായിരുന്നു. അത് അകം ഹോളോ ആയിരുന്നു, വെയിറ്റ് ഒന്നും ഉള്ളതല്ല. അപ്പം അതിൻ്റെ ബാക്ക് ഇങ്ങനെ ഇതുപോലെ കറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തത് പൊട്ടിച്ച്. ഇതൊരു എന്തുവായിരുന്നു മറ്റേ അതിൻ്റെ പേര്, മറ്റേ ഗ്യാസ് ഇല്ലാത്ത അടുപ്പെന്ന് പറയത്തില്ലയോ, അതായിരുന്നു. എനിക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഗിഫ്റ്റ്സ് ഉള്ളായിരുന്നു. ഞങ്ങൾ ഇത്രയും ഗിഫ്റ്റ്സൊക്കെ പൊട്ടിച്ച് തീരാറായി. അപ്പം ഞങ്ങളെന്താ വിചാരിച്ച് 4 ഗിഫ്റ്റും കൂടെ ഉള്ളായിരുന്നു, അല്ല 5 ഗിഫ്റ്റും കൂടെ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ 2 അമ്മയ്ക്ക് കൊടുക്കാം, ബാക്കി 2 വെച്ച് ഞങ്ങൾ പൊട്ടിക്കാം. അപ്പം ഞങ്ങളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഗിഫ്റ്റ്. അപ്പം ഇത് ബെസ്റ്റ് വിഷസ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പൊട്ടിച്ച് നോക്കിയപ്പോൾ ആണെങ്കിൽ കുക്കിംഗ് സെറ്റായിരുന്നു, മറ്റേ ദോശ അതൊക്കെ ഉള്ള ഒരു സെറ്റ്. അപ്പം അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഗിഫ്റ്റ്. അതായിരുന്നു ലാസ്റ്റ് ഗിഫ്റ്റ്. കുറേ ഇഷ്ടമുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാം പൊട്ടിച്ച്. അപ്പം ഞങ്ങൾ എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ. ഹോം ടൂറും എൻ്റെ റൂം ടൂറും സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.